ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് പ്ലം കേക്കാണ്. അതും പഴം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു കേക്കാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് നിരത്തിയിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി അതൊന്ന് താനെ മെൽറ്റായി വരട്ടെ. അപ്പോൾ മെൽറ്റായതിന് ശേഷം മാത്രം സ്പൂൺ യൂസ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു പ്ലം കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക, ഞാൻ ലിങ്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ച് ആയിട്ട് കിട്ടും, ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിടുക. പെട്ടെന്ന് അത് മേപ്പോട്ട് വന്ന് നമ്മുടെ കയ്യിലൊക്കെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്ന ടൈമിൽ ഇതൊന്ന് കട്ട പിടിക്കും, കുഴപ്പമില്ല. ചൂട് ചെല്ലുമ്പോഴത്തേക്കും നന്നായിട്ട് മിക്സായി വന്നോളും. ഇതപ്പോൾ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 230 ml മെഷറിംഗ് കപ്പാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്പൈസസും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏലക്ക, ജാതിക്ക, അതുപോലെ തന്നെ കറുകപ്പട്ട, ഗ്രാമ്പു, ഇത് 3 കൂടി പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനതൊരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്നാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1/4 സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ഇനി നമുക്കിതൊരു 3 പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കാം. ഇതപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട നട്ട്സൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഷ്യൂ നട്ട്സും ബദാമും, പിന്നെ അതുപോലെ തന്നെ ഈന്തപ്പഴവും, പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ ഇഷ്ടമുള്ള നട്ട്സ് ഏതൊക്കെയാണോ അതൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് വീതം എല്ലാനും എടുത്തിട്ടുണ്ട്. അതെല്ലാനും കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കാഷ്യൂ നട്ടും അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. എല്ലാനും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ പൊടി, അതായത് മൈദയുടെ മിക്സ് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത് കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ ആ ബാറ്ററിലേക്ക് ഒഴിക്കുമ്പോൾ അടിയിൽ പോയി കിടക്കാതെ എല്ലായിടത്തും ഒന്ന് മിക്സായി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫസ്റ്റിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പഴം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പഴമാണ്. അത് റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്, നന്നായിട്ട് പഴുത്ത പഴമാണ്. അപ്പോൾ റോബസ്റ്റ പഴം അല്ലെങ്കിൽ നമുക്ക് ചെറുപഴം ഏതായാലും എടുക്കാം. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ 3 പഴമൊക്കെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാടങ്ങ് ഉടഞ്ഞ് പോകണ്ട, കുറച്ചൊരു തരി അതിനകത്ത് വേണം, നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫോർക്ക് വെച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, 1/2 കപ്പ്. അതല്ല ഇങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആ പഞ്ചസാരയും പഴവും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മൾ പഞ്ചസാരയും പഴവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളെല്ലാം അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴം ചേർത്തുകൊണ്ട് 2 മുട്ട തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കുറച്ച് അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചധികം നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, ആ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്.
ഇതപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പതഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച ആ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണ്ട, പകുതി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതപ്പോൾ നമുക്കൊരു ബ്രൗൺ കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ആ പൊടിയാണ്, അതായത് മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ചേർക്കാതെ പകുതിയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്പാച്ചില അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പാച്ചില ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട കെട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. വിസ്ക് ആകുമ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് അങ്ങ് കുത്തി ഇളക്കി മിക്സ് ചെയ്യാതെ പതിയെ പതിയെ ഒന്ന് സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫോർവേഡിൽ ഇട്ടേക്കുന്നത് കൊണ്ടാണ് സ്പീഡായിട്ട് കാണുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. രണ്ടാമത്തെ ട്രിപ്പും ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ആ സൈഡിലൊക്കെ പിടിച്ചേക്കുന്ന പൊടിയൊന്ന് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ആ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു പഞ്ചസാരയുടെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ കാരമലൈസ് ചെയ്ത പഞ്ചസാരയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഓവർ മിക്സായി പോകരുത്, നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ആ പൊടിയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ ട്രേ എടുത്ത് ഗ്രീസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 7 ഇഞ്ചിൻ്റെ ട്രേ ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനും കറക്റ്റായി കിട്ടാനും വേണ്ടിയിട്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതും അതിനു വേണ്ടി തന്നെയാണ്, എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ മാറ്റി വെച്ച ആ ട്യൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതിന് ശേഷം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രമാണ് യൂസ് ചെയ്യുന്നത്, അലൂമിനിയത്തിൻ്റെ. അപ്പോൾ അതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താണ്. അടിയിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം ഒരു ട്രേ വെച്ചതിന് ശേഷം അതിൻ്റെ മോഡലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 35-40 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് കേക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് തുറന്ന് നോക്കിയിട്ട് റെഡി ആയോന്ന് നോക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിരിക്കും അത് റെഡി ആവുന്നത്. അപ്പോൾ അത് ഏകദേശം എൻ്റെതൊരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ഇനി നമുക്കിതൊന്ന് റെഡി ആയെന്ന് നോക്കാം. അപ്പോൾ ഇതാ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതപ്പോൾ കേക്ക് നല്ല പോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു നൈഫ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് വിടിയിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് കിട്ടിയേക്കണത്. പഴമൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്കിതാ ഞാൻ ഇതുപോലെ ഒരു റിബൺ കെട്ടിയിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അത് അഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ ക്രിസ്മസിന് എല്ലാവരും തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.